ശ്രീലകം ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ഒരാൾ ഒരുങ്ങിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. എന്തായാലും നോക്കട്ടെ. പരിപാടി കഴിഞ്ഞില്ലേ? ഈ പൂവല്ലേ ലാസ്റ്റത്തെ ദിവസമാണ് ഇന്ന്. ലാസ്റ്റ് ദിവസമല്ല, നമ്മള് റിട്ടയർഡ് ആയിട്ട് പോവാണ്. എയർപോർട്ട് പോവാൻ നിൽക്കാണ്. നല്ല സങ്കടമുണ്ട്. അതെ. അപ്പോ 38 വർഷത്തെ പ്രവാസിത്വം ഇന്നത്തോടെ അവസാനിച്ചു. ഇനി നാട്ടിൽ പോണു. ഇനി നാട്ടിലെ ഒരു പ്രവാസി ആയി നമ്മൾ അപ്പൊ ഞങ്ങള് അർജന്റീനയുടെ തിരക്കിലാണ്. നമുക്ക് നാട്ടിൽ വെച്ചിട്ട് കാണാം. ഓക്കെ, എന്നാ പോവാ. എന്നാ പൂട്ടിക്കൊള്ളാം. അങ്ങനെ 253 നമ്മൾ പോവാണ്. എത്ര വർഷം? 10-18 വർഷമായി ഇവിടെ വന്ന് പോകണം. ദിലീഷിൻ്റെ അവിടെ. അങ്ങനെ ആ പിന്നെ എനിക്ക് സങ്കടമുണ്ട്. അങ്ങനെ 38 വർഷത്തെ പ്രവാസിത്വം കഴിഞ്ഞ് ഇന്ത്യച്ചൂടൻ പടിയിറങ്ങാണ് ദുബായിൽ നിന്ന്. ഇനി നാട്ടിൽ നിന്ന് കാണാം. അതിനിടയ്ക്ക് ചിലപ്പോൾ കുറച്ച് സീനുകളൊക്കെ കാണാം. അങ്ങനെ നമ്മൾ ഇന്ന് എയർപോർട്ടിൽ പോകാൻ നിൽക്കുന്നത് നമ്മുടെ പെങ്ങളുടെ മോൻ ദിലീഷിൻ്റെ വണ്ടിയിലാണ് പോകുന്നത്. ഇതാണ് മൂപ്പരുടെ വണ്ടി. അങ്ങനെ മൂപ്പരൊരു സാധനം എടുക്കാൻ വേണ്ടിയാണ് പോയിട്ടുള്ളത്. അതെ അതെ. ഒരു ബോക്സ് അവിടെ അടി വിട്ടുപോയി. അതെടുക്കാൻ പോയിട്ടില്ല. ദുബായിൽ നിന്ന് പോകണൊരു വിഷമമുണ്ട്. അതിൻ്റെ ഒരു ടെൻഷനും വിഷമമുണ്ട്. ഉണ്ടാവാതിരിക്കില്ലല്ലോ. കാരണം നമ്മുടെ നാടിനേക്കാൾ ജീവിച്ചത് ഞാനും ഇവിടെയാണ്. അങ്ങനെയൊക്കെയാണ് വിശേഷം. എന്നാ പെട്ടികളൊക്കെ വെക്ക്. ആ മൊബൈലുണ്ട്. ആ ഓക്കെ. അങ്ങനെ നമ്മൾ എയർപോർട്ടിലേക്ക് എത്താറായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സെൻട്രൽ പോയിന്റ് മെട്രോ അവിടെ എത്തി. അങ്ങനെ റാഷിദിയോടും വിടാം. റാഷിദിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ അത്രയും ഇഷ്ടമുള്ളൊരു സ്ഥലമായിരുന്നു. നമ്മൾ ഒരുപാട് താമസിച്ചിട്ടുമുണ്ട്. എല്ലാ സ്ഥലങ്ങളും ഇഷ്ടം തന്നെ, പക്ഷെ എന്നാലും എസ്പെഷ്യലി റാഷിദിയ. എനിക്കും ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ജീവിച്ചത് ഇവിടെ അല്ലേ, ജീവിതത്തിൻ്റെ മുക്കാൽ ഭാഗം. ഈ നാട് മറക്കാൻ പറ്റുമോ? ഈ മണ്ണല്ലേ നമ്മൾ ഇത്രയും കാലം നമ്മളെ തീറ്റിപ്പോറ്റിയ മണ്ണാണിത്. അങ്ങനെ മരണവരെ മറക്കാൻ പറ്റില്ലല്ലോ. ആ എന്തായാലും പോകണം. എന്നിരുന്നാലും എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ മനസ്സിൽ. ഇവിടുത്തെ ജീവിതവും ഈ എയർപോർട്ടിൽ ഇത്രയും വർഷം ഈ കറങ്ങി, എയർപോർട്ടിൻ്റെ ഗ്രൗണ്ടിലായാലും പരിസരത്തായാലും ഒരു വർഷം കറങ്ങി. 30 വർഷം എയർപോർട്ടിൽ ജോലി ചെയ്ത് അവിടെ നിന്നുള്ളപ്പോൾ നമ്മൾ റിട്ടയർഡായത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു വിഷമമുണ്ട്.
ബുള്ളറ്റ് 380. ഈ ഒരു ബിൽഡിംഗ് എന്താ ബുള്ളറ്റ് 380യുടെ പാർക്കിംഗ് ടെർമിനൽ 3. നമ്മൾ പോണത് എവിടുന്നാണ്? ടെർമിനൽ 1. യെസ്. നമ്മൾ പോണത് 310 ഫ്ലൈറ്റിലാണ്. നമുക്ക് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പോകാം അല്ലേ? Eat and drink. Yes. മെട്രോ പോണോക്ക്. ഈ മെട്രോ തുടങ്ങിയത് 2009 9-ാം മാസം 9-ാം തീയതിയാണ്. അന്ന് ഞാൻ ഫസ്റ്റിൽ മെട്രോ കയറിയ ആളാണ്. ഫസ്റ്റ് ദിവസം ക്യൂ നിന്ന് എത്ര മണിക്കൂർ ക്യൂ നിന്നിട്ടാണ് കയറാൻ പറ്റിയെന്നറിയും. അങ്ങനെ നമ്മൾ ടെർമിനൽ 1-ലെത്തി. അത് പറയണ്ട. ഇതാണ് നമ്മുടെ ഷെയ്ക്കിൻ്റെ ഓഫീസ്. തമിഴ്നാട് ഷെയ്ക്കിൻ്റെ ഓഫീസാണ്. എത്ര പ്രാവശ്യം ഈ ഷെയ്ക്കിൻ്റെ ഓഫീസിൽ വന്നിട്ടുണ്ട്. ഇതാണ് ഈ 1 എഴുതിയിട്ടില്ലേ, അതാണ് ഷെയ്ക്കിൻ്റെ ഓഫീസ്. അങ്ങനെ നമ്മുടെ ലഗേജൊക്കെ പോയി. ഇനിയിപ്പോൾ ആകെ ഉള്ളത് ഇതുമാണ് ആകെ ഉള്ളത്. അങ്ങനെ ഞങ്ങള് അതെ അല്ലേ? ശക്തരായി 5 മിനിറ്റിൽ ഇറങ്ങി. നമ്മൾ കൊച്ചിയിലെത്തി. അങ്ങനെ ഞങ്ങൾ കൊച്ചി എയർപോർട്ടിലെത്തി. ചെറിയ മഴ ചാറുണ്ട് പുറത്ത്. അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം അല്ലേ? ആയിക്കോട്ടെ. അങ്ങനെ ഫ്ലൈറ്റ് ഇറങ്ങാൻ അറിയണ്ടേ അല്ലേ? അല്ല ടച്ച് ചെയ്യുന്നത് പോലും അറിയണില്ല അല്ലേ?
ലഗേജൊക്കെ എടുത്ത് വെച്ചുതാ കാതർക്ക വന്നിട്ട് തിരക്കൊന്നും ചെന്നു ഈ സമയത്ത് അയ്യാമേ അങ്ങനെ ഉണ്ടല്ലേ. അങ്ങനെ ഞങ്ങൾ ഇന്നലെ ഒരു 11:30 കഴിഞ്ഞപ്പോഴേക്ക് എത്തിയില്ലേ ഏകദേശം. പിന്നെ നമ്മുടെ ഫ്രണ്ട് പോകുന്നുണ്ടായിരുന്നു പിക്ക് ചെയ്യാനായിട്ട്. പിന്നെ വരുമ്പോൾ ഡിന്നറൊക്കെ കഴിച്ച് പതുക്കെ ആടി പാടിയിട്ട് വന്നു. അതെ, ആ റോഡ് മോശമാണ്, അതുകൊണ്ട് ലേറ്റ് ആയത്. പിന്നെ മഴ ശരിക്കും മഴ കിട്ടി ഞങ്ങൾക്ക്. യാത്രയൊക്കെ സുഖമായിരുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം ഭംഗിയായിട്ട് എത്തിയത്. അതെ, വരാം അല്ലേ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരും. താങ്ക് യു.